കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് നൽകുന്ന നിറമെന്ത്? മഞ്ഞ നിറമാണ് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് നൽകുന്നത്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് നൽകുന്നത് മഞ്ഞ നിറമാണ്. ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ടോക്കിയോ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 24-ാം സ്ഥാനമാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമേത്? ചിനൂക്കാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം. നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമേത്? മലേഷ്യയിലാണ് നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആര്? റസിയ ഷബ്നം ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ജില്ല ഏത്? കണ്ണൂരാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ജില്ല. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ വേദി ഏത്? മാൾട്ടയാണ് 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ വേദി. പസിഫിക്കിൻ്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്നത് ഏത്? മൗണ്ട് ഇസാൽക്കോയാണ് പസിഫിക്കിൻ്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്നത്. മിൽമ നിലവിൽ വന്ന വർഷമേത്? 1980-ലാണ് മിൽമ നിലവിൽ വന്നത്. ആദ്യകാലത്ത് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപമേത്? വോളിബോൾ ആണ് ആദ്യകാലത്ത് മിൻഡോനെറ്റ് എന്നറിയപ്പെട്ട കായിക രൂപം. ദർപ്പണം തിരിച്ചറിയുക. ഷേവിംഗ് മിറർ ആയി ഉപയോഗിക്കുന്നു, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നതും സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നതുമായ ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. ഈ കമ്മീഷൻ രൂപീകരിച്ചത് 2017 ജൂലൈയിലാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2019 ഡിസംബർ 31-ലാണ്. ഈ കമ്മീഷനിലെ മറ്റംഗങ്ങൾ സിനിമാ നടിയായ ശാരദ, റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥയായ KB വത്സലകുമാരി എന്നിവരാണ്.